നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഹിന്ദി പാഠപുസ്തകത്തിലെ 3-ാമത്തെ യൂണിറ്റാണ്. അതിൽ ആദ്യത്തെ പാഠം ഒരു കവിതയാണ്. അതിനു മുമ്പായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം നോക്കുക. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ചിത്രത്തിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? വലിയൊരു ബിൽഡിങ്, ഒരുപാട് ബിൽഡിങ്ങുകൾ കാണുന്നു. ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായിട്ട് എന്താ എഴുതിയിട്ടുള്ളത്? അസ്പതാൽ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഏതെല്ലാം ബിൽഡിങ്ങുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്? ഒരുപാട് കൈകൾ അങ്ങനെ കോർത്ത് ഇണക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ അസ്പതാൽ ഒരു ആശുപത്രി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്ത് എന്തെല്ലാം ഉണ്ടായിരിക്കും? ഒരു ഹോസ്പിറ്റലിൽ ദവാഖാന, പ്രയോഗശാല, സ്കാനിങ് സെൻറ്റർ, MRI ചികിത്സാ ജാഞ്ച് കേന്ദ്ര മുതലായവ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളോട് എന്താ പറയുന്നത് അവിടെ നോക്കുക? ദൃശ്യക്കേലിയെ ശീർഷകതയും. ആ ദൃശ്യത്തിനൊരു ഹെഡിങ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ദൃശ്യക്കേലിയെ ശീർഷകതയും എന്ന് പറഞ്ഞാൽ ആ ദൃശ്യത്തിനൊരു ഹെഡിങ് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്നു, അങ്ങനെ പൈസ ചിലവഴിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഹെഡിങ് കൊടുക്കാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്ത് കൊടുക്കും? നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. അത് ഞാനൊരു ഹെഡിങ് പറയാം. പൈസ ലൂട്ടിനെ വാല അസ്പതാൽ, പണം കൊള്ളയടിക്കുന്ന ഹോസ്പിറ്റൽ. അതുപോലെ അടുത്ത ചോദ്യമാണ് കോൻ കോൻ ഹാത്ത് മിലാക്കെ ഗഡേ ഹെ. അത് ആ പുസ്തകത്തിലില്ല, എന്നാലും കോൻ കോൻ ഹാത്ത് മിലാക്കെ ഗഡേ ഹെ, ആരെല്ലാം ആണ് അവിടെ കൈകോർത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ദവാഖാനയുണ്ട്. ദവാഖാന എന്നാൽ മെഡിക്കൽ ഷോപ്പ്. പ്രയോഗശാല എന്ന് പറഞ്ഞാൽ ലബോറട്ടറി. പിന്നെ സ്കാനിങ് സെൻറ്റർ, MRI ചികിത്സാ കേന്ദ്ര മുതലായവയൊക്കെ ഉണ്ട്. അടുത്ത് നോക്കാം. ഇനി നമുക്ക് കവിത പഠിക്കാം. കവിതയുടെ പേരാണ് ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര. അത് എഴുതിയ ആള് ബർത്തോൾഡ് ബ്രേക്ത്. അപ്പോൾ ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ പേര് തൊഴിലാളികൾ എഴുതുന്ന കത്ത്. അപ്പോൾ ബർത്തോൾഡ് ബ്രേക്ത് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ കവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. 49-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, അത് നോക്കുക. ബർത്തോൾഡ് ബ്രേക്ത് കാ ജന്മ ജർമ്മനി കെ ആംസ്ബർഗ് മേ 1898 में हुआ था. 1898 ജർമ്മനിയിലെ ആംസ്ബർഗിലാണ് അദ്ദേഹം ജനിച്ചത്. അംഗ്രേസി और ചീനി സാഹിത്യമേം ആപ്പ് ബഹുത്ത് രുചി രക്തേ थे. ഇംഗ്ലീഷ് സാഹിത്യത്തിലും ചീനി സാഹിത്യത്തിലും വളരെയധികം താല്പര്യം വെച്ചിരുന്നു. अपने निबंध, नाटक, कविता आदि अनेक विधाओं में रचनाएं की. അദ്ദേഹം നാടകത്തിലും ഉപന്യാസത്തിലും കവിതയൊക്കെ എഴുതുന്നതിൽ മുതലായ വിഭാഗങ്ങളിൽ രചനകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആപ്പ് പ്രമുഖ സമാജ് ദാർശനിക് ബി थे. അദ്ദേഹം ഒരു സാമൂഹിക തത്വചിന്തകനായിരുന്നു. 1956 अगस्त 14 को आपका देहांत हुआ. അദ്ദേഹം 1956 ആഗസ്റ്റ് 14 അദ്ദേഹം നിര്യാതനായി. ഇപ്പോൾ കവിത നോക്ക്. ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര, ഡോക്ടറുടെ പേരിൽ തൊഴിലാളികൾ എഴുതുന്ന കത്ത്. इसमें कवि कहते हैं हमें मालूम है अपनी बीमारी का कारण. वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. जब बीमार पड़ते हैं तो बताया जाता है सिर्फ तुम ही हमें बचा सकते हो. हमें मालूम है, ഞങ്ങൾക്കറിയാം, अपनी बीमारी का कारण, ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം. वह एक छोटा सा शब्द है, അതൊരു ചെറിയ വാക്കാണ്. जिसे सब जानते हैं पर कहता कोई नहीं, അതെല്ലാവർക്കും അറിയാം, എന്നാൽ ആരും തന്നെ പറയുന്നില്ല. അപ്പോൾ ബീമാരി എന്ന് പറഞ്ഞാൽ രോഗം, ബീമാർ രോഗി, മാലൂം എന്ന് പറഞ്ഞാൽ അറിയുക. ജബ് ബീമാർ പെടുത്തേ ഹെ, എപ്പോഴാണോ രോഗിയാവുന്നത്, തോ അപ്പോൾ ബത്തായ ജാത്താ ഹെ പറയപ്പെടുന്നു, സിർഫ് തുമീം ഹമേം ബച്ചാ സക്തേ ഹോ,
കേവലം നിങ്ങൾക്ക് മാത്രമാണ് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നത്. അവിടെ ബ്രാക്കറ്റിൽ തുമീം എന്ന് പറഞ്ഞാൽ അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ ഡോക്ടർക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങൾ രോഗം വരുമ്പോൾ പറയും. ഇതാണ് അവിടെ തൊഴിലാളികൾ പറയുന്നതായിട്ട് കവി പറയുന്നത്. അടുത്ത് നോക്ക്. जनता के पैसे से बने बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने. तब तो तुम हमें अवश्य अच्छा कर सकोगे. क्या सचमुच तुम हमें स्वस्थ कर सकते हो. जनता के पैसे से बने बड़े मेडिकल कॉलेजों में, ജനങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബഡേ ബഡേ മെഡിക്കൽ കോളേജോമേ, വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ഖൂബ് സാരാ പൈസ ഖർച്ച് കർക്കെ, വളരെയധികം പൈസ ചിലവഴിച്ചിട്ട്, ഖർച്ച് കർണ ചിലവഴിക്കുക, 10 साल तक 10 വർഷം വരെ, ഡോക്ടറി കി ശിക്ഷ പായി ഹേ തുമ്നെ, തുമ്നെ ഡോക്ടറി കി ശിക്ഷ പായി ഹേ, നിങ്ങൾ ഡോക്ടർ വിദ്യാഭ്യാസം നേടുന്നു. തബുത്തോത്തും അമേം അവശ്യ അച്ഛാ കർ സകോകെ, അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. ക്യാ സച്മുച്ചുത്തും ഹമേ സ്വസ്ഥ കർ സക്തേ ഹോ. അപ്പോൾ തൊഴിലാളികൾക്ക് ഒരു സംശയം, വാസ്തവത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ ആരോഗ്യവാന്മാരാക്കാൻ കഴിയില്ലേ എന്ന് അവർ ചോദിക്കുന്നു. ഒന്നുകൂടെ നോക്ക്. ജനതാക്കെ പൈസേ സെ ബനെ ബഡേ ബഡേ മെഡിക്കൽ കോളേജോമേ खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने. നിങ്ങൾ സാധാരണ ജനങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ കുറേ പൈസ ചിലവഴിച്ച് 10 വർഷം വരെ പഠിച്ച് എന്ത് ചെയ്യുന്നു, മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നു. തബ് തോ തും ഹമേം അവശ്യ അച്ഛാ കർ സകോകെ, അതിപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും. അവശ്യ അച്ഛാ കർ സകോകെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ കഴിയും. ക്യാ സച്ച് മുച്ച് തും ഹമേ സ്വസ്ഥ കർ സക്തേ ഹോ, വാസ്തവത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ ആരോഗ്യമാക്കാൻ കഴിയില്ലേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. സ്വസ്ഥ ആരോഗ്യം, തന്ദുരുസ്തി. അടുത്തതായിട്ട് तुम्हारे पास आते हैं जब बदन पर बचे चिदड़े खींच कर, कान लगा कर सुनते हो तुम हमारे नंगे जिस्मों की आवाज़, गूंजते हो कारण शरीर के भीतर. पर अगर एक नज़र शरीर के चिदड़ों पर डालो तो वे शायद तुम्हें ज़्यादा बता सकेंगे क्यों घिसपिट जाते हैं हमारे शरीर और कपड़े. तुम्हारे पास आते हैं जब बदन पर बचे चिदड़े खींच कर, എപ്പോഴാണോ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അപ്പോൾ ശരീരത്തിൽ വെച്ച് ബാക്കിയാവുന്ന ചിതടെ കീഞ്ചിക്കർ, കീറിയ തുണി വലിച്ച് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, കാൻ ലഗാക്കർ സുൻതേ ഹോത്തും, നിങ്ങൾ ചെവി കൂർപ്പിച്ച് കേൾക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നു, ഹമാരെ നംഗെ ജിസ്മോം കി ആവാസ്, ഞങ്ങളുടെ നഗ്നമായ ശരീരത്തിലെ ആവാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു. ഘോജത്തെ ഹോ കാരൻ ശരീർ കെ ഭീത്തർ, നിങ്ങൾ ഞങ്ങളുടെ ശരീരത്തിനുള്ളിലേക്കാണ് അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ഞങ്ങളുടെ വസ്ത്രത്തിലേക്കല്ല നോക്കുന്നത്, ഞങ്ങളുടെ ശരീരത്തിനുള്ളിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. पर अगर नज़र एक नज़र शरीर के चिदड़ों पर डालो, നിങ്ങൾ ഒരു നോട്ടം ഞങ്ങളുടെ ഈ കീറിപ്പറിഞ്ഞ വസ്ത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, ഷായദ് തുമേ സ്യാദ ബത്താ സകേങ്കെ, ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാൻ കഴിയും, ഷായദ് ഒരു പക്ഷേ, ബത്താ സകേങ്കെ എന്ന് പറയാൻ കഴിയും. क्यों घिस पिट जाते हैं हमारे शरीर और कपड़े, हमारे शरीर और कपड़े क्यों घिस पिट जाते हैं, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ശരീരവും വസ്ത്രങ്ങളും ഇങ്ങനെ തേഞ്ഞു പോയതെന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിലെ വസ്ത്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും എന്നാണ് അവിടെ പറയുന്നത്. ഗിസ്പിട്ട് ജാന തേഞ്ഞു പോവുക, മെലിയുക അല്ലെങ്കിൽ ശരീരം ശോഷിക്കുക എന്നൊക്കെയാണ് പറയുന്നത്.
एक ही कारण है दोनों का, वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं। तुम कहते हो कंधे का दर्द टीसता है नमी और सीलन की वजह से। डॉक्टर तुम्हें बताओ ये सीलन कहाँ से आई। बस एक ही कारण है दोनों का। ये दोनों का निर्णय कौन कौन है? शरीर और कपड़े का घिस-पिट जाना। शरीर और कपड़े दोनों का एक ही कारण है, वह एक छोटा सा शब्द है। शरीर और कपड़े घिस-पिट जाने का एक ही कारण एक छोटा सा ശബ്ദ ഹെ. ശരീരവും വസ്ത്രങ്ങളും തേഞ്ഞു പോവാനുള്ള കാരണം ഒന്ന് തന്നെയാണ്. അതെന്താണ്? एक छोटा सा शब्द है, അതൊരു ചെറിയ വാക്കാണ്. ജിസെ സബ് ജാൻതേ ഹെ പർ കഹ്താ കോയി നഹി. എല്ലാവർക്കും അറിയാം, എന്നാൽ ആരും തന്നെ പറയുന്നില്ല. तुम कहते हो कंधे का दर्द टीसता है नमी और सीलन की वजह से। डॉक्टर तुम्हें बताओ ये सीलन कहाँ से आई। तुम कहते हो നിങ്ങൾക്ക് പറയാൻ കഴിയുന്നു कंधे का दर्द टीसता है ചുമലിലെ വേദന വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് നമി और सीलन की वजह से നനവും ഈർപ്പവും കൊണ്ടാണ് കാരണത്താലാണെന്ന് നിങ്ങൾ പറയുന്നു. ഡോക്ടർ തുമീ ബത്താഹോ യെ സീലൻ കഹാൻ സെ ആയി. നിങ്ങൾ തന്നെ പറയും ഈ ഈർപ്പം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. बहुत ज़्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें. हमें बहुत ज़्यादा काम और बहुत कम भोजन ने दुबला कर दिया है. ഞങ്ങൾക്ക് വളരെയധികം ജോലിയും കുറഞ്ഞ ഭക്ഷണവും കൊണ്ടാണ് ഞങ്ങൾ മെലിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ദുർബലരായിത്തീരുന്നത്. നുസ്കെ പർ ഇത് നിങ്ങൾക്ക് അറിയാം, എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു? നുസ്കെ പർ ലിഖ്തേ ഹോ. നിങ്ങൾ നുസ്കെ പർ ലിഖ്തേ ഹോ മരുന്നിൻ്റെ ഷീറ്റിൽ എഴുതുന്നു. വസൻ ബഡാവോ യേ തോ വൈസാ ഹി ഹേ ദൽദലി ഗാസ് സേ കഹോ കി വഹ് ഗുഷ്ക് രഹേ. വസൻ ബഡാവോ നിങ്ങൾ ചീട്ടിലെഴുതുന്നു. വസൻ ബഡാവോ ഭാരം വർദ്ധിപ്പിക്കാൻ. ഏത്തോ വൈസാഹി ഹേ ദൽദലി ഗാസ് സേ കഹോ. അത് ഏത് മുലയാണ്? ദൽദലി ഗാസ് എന്നാൽ എപ്രകാരമാണോ ചതുപ്പ് നിലത്തെ ചെടിയോട് ഉണങ്ങാൻ ആവശ്യപ്പെടുന്നത് അതുപോലെ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. ദൽദളി ഗാസ് സേ കഹോ കി വഹ് ഗുഷ്ക് രഹേ എന്ന് പറഞ്ഞാൽ ദൽദളി ഗാസ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലത്തിലെ പുല്ല്. ഗുഷ്ക് ഉണങ്ങുക. ചതുപ്പ് നിലത്തിലെ പുല്ല് ഒരിക്കലും എന്ത് ചെയ്യില്ല, പെട്ടെന്നൊന്നും ഉണങ്ങില്ല. അതെപ്പോഴും ചളി നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് എപ്പോഴും പച്ച പിടിച്ച് നിൽക്കുന്നതാണ്. അതുപോലെയാണ് പാവപ്പെട്ട കർഷകരോട് നല്ല ഭക്ഷണം കഴിച്ച് തടി കൂടാൻ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ച് ആരോഗ്യവാന്മാരാവാൻ പറയുന്നത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കേ. ഡോക്ടർ തുമാരെ പാസ് കിത്തന വക്ത് ഹെ ഹം ജൈസോं के लिए क्या हमें मालूम नहीं तुम्हारे घर के एक कालीन की कीमत 5,000 मरीजों से मिली फीस के बराबर है. डॉक्टर तुम्हारे पास कितना वक्त है. ഹേ ഡോക്ടർ തുമാരെ പാസ് കിത്തന വക്ത് ഹേ ഹം ജൈസോं के लिए. ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി എത്രമാത്രം സമയം നിങ്ങളുടെ അടുത്ത് ഉണ്ട്. ക്യാ ഹമേ മാലൂം നഹി. എന്താ നിങ്ങൾക്കറിയില്ല. തുമാരെ ഘർ കെ ഏക് കാലീനി കി കീമത്ത്. നിങ്ങളുടെ വീട്ടിലെ ഒരു പരവതാനിയുടെ വില 5,000 മരീജോं से मिली फीस के बराबर है. 5,000 രോഗികളിൽ നിന്ന് കിട്ടുന്ന ഫീസിന് തുല്യമാണ്. മരീജ് രോഗി. बेशक तुम कहोगे इसमें तुम्हारा कोई दोष नहीं. हमारे घर की दीवार पर छाई सीलन भी यही कहानी दोहराती है. बेशक तुम कहोगे. തൊഴിലാളികൾ പറയാണ്, ബേശക് തും കഹോഗെ നിങ്ങളൊരു സംശയവുമില്ലാതെ പറയും. ഇസ്മേ തുമാര കോയി ദോഷ് നഹി. ഇതിൽ നിങ്ങൾക്കൊരു ദോഷവുമില്ലല്ലോ. ഹമാരെ ഘർ കി ദീവാർ പർ ചായി സീലൻ ബി. ഞങ്ങളുടെ വീട്ടിലെ ചുമരിൽ വ്യാപിച്ചു കിടക്കുന്ന നനവ് പോലും യഹി കഹാനി ദൊഹരാത്തി ഹെ. ഈ കഥ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു.
ഹമേ മാലൂം ഹെ ഞങ്ങൾക്കറിയാം അപ്പനി ബീമാരി കാ കാരൺ ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം. വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹെ അതൊരു ചെറിയ വാക്കാണ്. ജിസേ സബ് ജാൻതേ ഹെ പർ കഹ്താ കോയി നഹി അത് എല്ലാവർക്കും അറിയാം എന്നാൽ ആരും പറയുന്നില്ല. വഹ് ഹെ ഗരീബി അതാണ് ദാരിദ്ര്യം. അതാണ് ആ ചെറിയ വാക്ക്. അപ്പോൾ ഏക് ഛോട്ടാ സാ ശബ്ദ് കോൻ ഹെ ഗരീബി ഹെ. ഈ കവിത എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നന്നായിട്ട് വായിച്ചു നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. അപ്പോൾ നന്നായിട്ട് വായിച്ചു നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അടുത്ത നോക്കുക, ഇതിലെ കവിതയിലെ ചോദ്യങ്ങൾ. ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര കവിത കിസ്നെ ലിഖി ഹെ. ബർത്തോൾഡ് ബ്രേക്ത്. രണ്ടാമത്തെ ചോദ്യം, ബർത്തോൾഡ് ബ്രേക്തിനെ ലിഖി ഈ കവിത കാ നാം ക്യാ ഹെ. അതെന്താ ഉത്തരം വരുന്നത്? ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര. मजदूर के बीमारी का कारण क्या है? कारण का छोटा सा शब्द क्या है? उत्तरवाണ് ഗരീബി. അടുത്ത ചോദ്യം, मेडिकल कॉलेजों में से क्या शिक्षा पाई है? डॉक्टरी की शिक्षा. साइड क्वेश्चन, तब तो तुम हमें अवश्य अच्छा कर सकोगे. इन पंक्तियों से कवि किसकी याद दिलाते हैं? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ സുഖപ്പെടുത്താൻ കഴിയും. ഈ വരികളുടെ കവി എന്തിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്? അതിനുത്തരം, സാധാരണ जनता के पैसों से बने बड़े बड़े मेडिकल कॉलेजों में सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है. इससे डॉक्टर पर एक मजदूरों की चिकित्सा की जिम्मेदारी है. वह मजदूरों की इलाज की जिम्मेदारी है. इलाज नाना चिकित्सा. साइड क्वेश्चन രണ്ടാമത് നോക്കെ, एक ने सर शरीर के चिदड़ों पर डालो से मजदूर क्या कहना चाहता है? एक नजर शरीर के चिदड़ों पर डालो से मजदूर कहना चाहता है कि उनकी बीमारी का असली कारण गरीबी है. അവരുടെ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം ദാരിദ്ര്യമാണ്. ഇനി സൈഡ് ക്വസ്റ്റ്യൻ 3, നമി और सीलन किन किन की ओर संकेत करती है? ഈർപ്പവും നനവും ഏതിന് നേരെയാണ് സൂചിപ്പിക്കുന്നത്? നമി और सीलन ഉത്തരമാണ് പറയുന്നത്. നമി और सीलन मजदूर का कठिन परिश्रम और गरीबी की ओर संकेत करता है. कठिन परिश्रम और गरीबी की ओर संकेत करता है. संकेत करना സൂചിപ്പിക്കുക. അവരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെയും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെയും നേരെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ലാസ്റ്റ് ചോദ്യം, दलदली घास का खुश्क रहना और वजन बढ़ाना में क्या संबंध है? ചതുപ്പ് നിലത്തിലെ പുല്ലിനോട് ഉണങ്ങാൻ പറയുന്നതും ഭാരം വർദ്ധിപ്പിക്കുന്നതുമായിട്ട് എന്താണ് ബന്ധം? അപ്പം അതിനുത്തരം, दलदली घास का खुश्क रहना और वजन बढ़ाना में वजन बढ़ाना असंभव है. दलदली घास का खुश्क रहना असंभव है. इसी तरह मजदूर भी गरीबी में रहता है. उनसे पोषण भोजन करके वजन बढ़ाना भी असंभव है. നിങ്ങളിതിലെ आपकी राय में इन कविता की कौन सी पंक्ति बहुत प्रभावशाली है? നിങ്ങൾക്ക് ഈ കവിതയിൽ ഏത് വരികളാണ് വളരെയധികം ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ പ്രഭാവമുണ്ടാക്കിയത്? അപ്പോൾ ആ വരികളൊന്ന് എടുത്തെഴുതുക. അതുപോലെ अपने कर्तव्य निभाने में समर्पण भावना रखने वाले किसी व्यक्ति का अभिनंदन करते हुए उन्हें पत्र लिखे.
अपने कर्तव्य निभाने में തൻ്റെ കർത്തവ്യം ചെയ്യുന്നതിന് വേണ്ടി സമർപ്പൺ ഭാവന രखने वाले अपने कर्तव्य निभाने में समर्पण भावना रखने वाले किसी व्यक्ति का अभिनंदन करते हुए उन्हें पत्र लिखे തൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയുടെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഒരു കത്തെഴുതുക. അത് നിങ്ങൾ സ്വയം എഴുതണം. അതിനെന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒരു കത്ത് എഴുതുമ്പോഴേ കഴിഞ്ഞ പാഠത്തിൽ അരുൺ ഗാന്ധിൻ്റെ കത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്ഥാൻ ഒരു താരീഖ് വേണം. രണ്ടാമതായിട്ട് ഉചിതമായ സംബോധന ഉണ്ടായിരിക്കണം. പിന്നെ ആ കത്തിൻ്റെ ഭാഷയുടെ പ്രയോഗം നല്ലതായിരിക്കണം. വിഷയത്തിൻ്റെ ശരിയായ സംപ്രേഷണം അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മളുടെ സ്വന്തം നിർദ്ദേശം എന്താണ്, ആ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കൂല, അതുപോലെ പിന്നെ അഡ്രസ്സ് പത്താഹെ എന്നൊക്കെ ഉണ്ടായിരിക്കണം. ഇനി നന്നായിട്ട് വായിക്കുക, ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക.